ഫ്രണ്ട്സ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് ഫ്രൈ ഇനി വീട്ടിലും തയ്യാറാക്കാം. നമുക്കുണ്ടാക്കി നോക്കിയാലോ. ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കിടേണ്ട മസാലകൾ: ആവശ്യത്തിനുള്ള ഉപ്പും, 1 സ്പൂൺ മുളക് പൊടിയും, അല്പം മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി 2 സ്പൂൺ കുരുമുളക് പൊടിയും അല്പം മീറ്റ് മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിക്കാം. 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് മൂടി വെച്ച് നമുക്കിത് 10-11 വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വയ്ക്കാം. ഇനി ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അല്പം തേങ്ങ കൊത്തിട്ട് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം നിറം മാറിയതിനു ശേഷം വറ്റൽമുളകും ഇഞ്ചി നീളത്തിലരിഞ്ഞതും 10-15 അല്ലി വെളുത്തുള്ളിയും 4 പച്ചമുളക് നീളത്തിൽ കീറിയതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 സ്പൂൺ വലിയ ജീരകവും 1/2 കപ്പ് ചെറിയ ഉള്ളിയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് അല്പം മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും 1 സ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബീഫ് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വെന്ത ബീഫ് ഇതിലേക്ക് ഈ മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് വെന്ത വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നന്നായിട്ട് ഇതിലുള്ള വെള്ളം വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് അല്പം മീറ്റ് മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അല്പം കറിവേപ്പിലയും മല്ലിയിലയും കനം കുറച്ചരിഞ്ഞ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് ഫ്രൈ റെഡി.